ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 4 പാഷൻ ഫ്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലെ പൾപ്പൊക്കെ നമുക്ക് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകാൻ ആരും മറന്നുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതേപോലെ ഞാൻ ഇതേപോലെ ഓരോന്നും ഇതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പ് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേണ്ട ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മളത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ഒത്തിരി ഇതിൻ്റെ കുരു ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല. അത്യാവശ്യം ഒരു മിനിറ്റോളം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന രീതി ചെയ്താൽ മതി. ഇതിൻ്റെ ഈ കുരു ഒത്തിരി അരിഞ്ഞു പോകുമ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതുകൊണ്ട് ഇതിൻ്റെ കുരു ഇങ്ങനെ അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റൗ കത്തിച്ച് അതിലൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതോടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഒരു കപ്പ് നിറച്ച് വെള്ളം എടുത്തിട്ട് അതാദ്യം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതൊരു അരക്കപ്പ് അളവാണ്. ഇത് അരക്കപ്പ് അളവെന്ന് പറയുമ്പോഴത്തേക്കിന് 125 ml അത്രയാണ് വരുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. അതൊരു ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് മെൽറ്റായി കഴിഞ്ഞപ്പോൾ ശക്കല മധുരത്തിൻ്റെ കുറവുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ആ കപ്പിന് തന്നെ ഒരു അരക്കപ്പും കൂടെ ഇടുന്നുണ്ട് പഞ്ചസാരയെ. അപ്പോൾ അതും കൂടെ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ എല്ലാം പഞ്ചസാര എല്ലാം മെൽറ്റായി നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തിളയ്ക്കാൻ തുടങ്ങിക്കുമ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഈ പാനി ഒരു ഇച്ചിരി കൂടെ ഒന്ന് തിക്കായി വരും. അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് വേണമെങ്കിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി കുറവുള്ള പാഷൻ ഫ്രൂട്ടൊക്കെ ആണെങ്കിൽ ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നില്ല. അത്യാവശ്യം നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി നമ്മുടെ സ്ക്വാഷ് ഇതേപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിലിനകത്തിലോട്ട് ആക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കളർ കൂടുതൽ വേണ്ടുന്നവർക്ക് ഒരു തുള്ളി ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പകുതി പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതേപോലെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടുകൊടുക്കുന്നുള്ള ഈ സ്ക്വാഷ് കുടിക്കുമ്പോൾ ഇതിൻ്റെ ഈ സ്വീറ്റ്സ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുറേശ്ശെ ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്ത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒക്കെ ചേർത്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.